നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെഞ്ഞാറമൂടുണ്ടായ സംഭവം, ഒരു 16-കാരന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ ആ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ അത് കുടുംബത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുന്നു, ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. ശരിക്കും ഈ വെഞ്ഞാറമൂട് സ്വദേശി അർജുൻ അല്ലെ, 16 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു 16 വയസ്സുകാരനെ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ ഉപയോഗിക്കാത്ത കിണറിനുള്ളിൽ നിന്നാണ് മൃതദേഹം നാട്ടുകാർ കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത്. അർജുന്റെ മരണം ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം എന്നാണ് ഇപ്പൊ പോലീസ് പറയുന്നത്. കാരണം ആദ്യം ഈ സംഭവം പുറത്തേക്ക് വന്നപ്പോൾ അടിമുടി ദുരൂഹതയൊക്കെ നിലനിന്നിരുന്നു. കാരണം ഇനി ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ, അതല്ല കുടുംബം ആദ്യം പ്രതികരിച്ചിരുന്നത് ഒരിക്കലും ഈ പറയുന്ന അർജുൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ്. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. ഇത്രയും ആക്റ്റീവായ ഒരു കുട്ടിയാണ്, ഒരിക്കലും ആ കുട്ടി അത്തരത്തിലൊരു ആത്മഹത്യ തിരഞ്ഞെടുക്കില്ല. പിന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആരുമായിട്ട് അങ്ങനെ അടിപിടിക്ക് പോവുകയോ അത്തരത്തിൽ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലനിന്നിരുന്നില്ല. അപ്പോൾ അതുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞിന്റെ മൃതദേഹം ഈ കിണറിനുള്ളിൽ വന്നത് എന്നുള്ളതൊരു സംശയകരമായ ഇതായിരുന്നു. ഇപ്പൊ പോലീസ് തന്നെ പ്രാഥമികമായി പറയുകയാണ് അർജുന്റെ മരണം ആത്മഹത്യ എന്ന്. അതായത് സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത്, ഈ പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ അന്നദാനത്തിന് പോകണമെന്ന് അർജുൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതായത് ഇവരുടെ മുത്തച്ഛൻ മരിച്ചിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളൊക്കെ ആയതേ ഉള്ളൂ. അപ്പൊ അവരുടെ ചടങ്ങ് സംബന്ധിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പാടില്ല എന്നായിരുന്നു. അപ്പോൾ വീട്ടുകാർ ഇത് കാരണം പോകണ്ട എന്ന് വിലക്കി. തുടർന്ന് വൈകുന്നേരം അതേ ക്ഷേത്രത്തിൽ തന്നെ ഡാൻസ് അവതരിപ്പിക്കാനായി സഹോദരി പോകുമെന്ന് അറിഞ്ഞതോടെ അർജുൻ വീട്ടുകാരോട് അത് ചോദ്യം ചെയ്ത് വഴക്കിട്ടു എന്നൊക്കെയാണ് കുടുംബം പോലീസിനോട് മൊഴി നൽകിയത്. പിന്നീട് അതിനുശേഷം IPL കാണണമെന്ന് പറഞ്ഞുകൊണ്ട് TV ചാർജ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഈ വീട്ടുകാർ അതൊന്നും കേട്ടിരുന്നില്ല. അപ്പൊ ഇത് അർജുന് മാനസികമായ വിഷമം ഉണ്ടാക്കിയതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇത് കാരണമായിരിക്കാം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പിള്ളേരുടെ മനസ്സിൽ നമുക്ക് പറയാൻ പറ്റില്ല, അവരെ മാനസികമായിട്ട് തളരുമ്പോ അല്ലേ. പക്ഷേ ആ കുട്ടി ഈ പറയുന്ന അർജുൻ സുഹൃത്തുക്കളോടൊക്കെ കളിക്കാൻ വേണ്ടി പോയതിനു ശേഷമാണ് വൈകിട്ട് 6 മണിയോടെ കാണാതായിരിക്കുന്നത്. ആ സമയത്തൊന്നും ഈ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലൊരു എന്താ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു മനോഭാവമൊന്നും ആയിരുന്നില്ല. അവൻ സാധാരണ പോലെ തന്നെയായിരുന്നു, എല്ലാവരോടും ഹാപ്പി ആയിട്ട് തന്നെയാണ്, എല്ലാവരോടും കളിച്ചു, പിന്നീട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നതിന് ശേഷം പിരിയുകയായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വെച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. ഇതിനിടയിലാണ് ഈ പറയുന്നത് പോലെ അർജുനെ 2 ദിവസം കാണാനില്ല, ഇവര് സോഷ്യൽ മീഡിയയിൽ അടക്കം പോസ്റ്റുകളൊക്കെ ഇട്ടു, കാണാനില്ല. പിന്നെ പോലീസുമായിട്ടൊക്കെ ചേർന്നിട്ട് തിരച്ചിലൊക്കെ ഊർജിതമാക്കി, നാട്ടുകാരൊക്കെ ചേർന്ന് ഊർജിതമാക്കി. അങ്ങനെ അത്തരത്തിൽ ഒരു മികച്ച ഒരു തെരച്ചിൽ തന്നെ ആ സമയത്ത് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെയോടെ ഈ പിതാവ്, അതായത് വീടിന് സമീപത്ത് നിന്ന് തന്നെ ദുർഗന്ധം വമിക്കുന്നതായിട്ട് ഈ പിതാവിന് തോന്നുകയാണ്. അങ്ങനെ പിതാവ് എന്ത് ചെയ്തു, നേരെ ഈ പുറകുവശത്തെ കിണറിനടുത്തേക്ക് വരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ മകനെ മരിച്ച നിലയിൽ അവിടെ കണ്ടത്. അപ്പോ ഈ അനിൽകുമാറിന്റെയും മായയുടെ മകനാണ് ഈ അർജുൻ. അപ്പോ അച്ഛൻ വന്ന് നോക്കിയപ്പോഴേക്കും മകന്റെ മൃതദേഹം കാണുകയാണ്. അങ്ങനെ നാട്ടുകാരുമായിട്ടൊക്കെ ചേർന്ന് മൃതദേഹം ഫയർഫോഴ്സും ഒക്കെ ആയിട്ട് വന്ന് പിന്നീട് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കുമ്പോൾ നെറ്റിയുടെ സമീപത്ത് മുറിവുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ കിണറിലെ റിങ്ങില് ഇടിച്ചുള്ള മുറിവാണ് എന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ സമീപത്തെ കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടന്ന കുട്ടി പെട്ടെന്നൊരു ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ ഇതൊരു കാരണമാണോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. കാരണം ആ നാട്ടുകാരൊക്കെ പറയുന്നത് ഒരിക്കലും ഈ കുടുംബം അങ്ങനെ ക്ഷമിക്കണം, ഈ ഒരു മോൻ അങ്ങനത്തെ ടെൻഡൻസി ഉള്ള വ്യക്തിയല്ല. അതായത് ആള് നല്ല ആക്റ്റീവാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പിന്നെ പെട്ടെന്ന് ഇത്തരത്തിൽ വീട്ടുകാരുമായിട്ട് IPL കാണാൻ റീചാർജ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടും, സഹോദരിക്ക് അമ്പലത്തിൽ പോയി നൃത്തം കളിക്കാം, തനിക്ക് അന്നദാനത്തിന് പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു കടുങ്കൈ ചെയ്യുമെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നില്ല. അപ്പം ശരിക്കും ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇരിക്കും അല്ലെ. അത് ആ ഒരു സ്വന്തം മകന്റെ മൃതദേഹം കിണറ്റിൽ കാണുന്ന ഒരു പിതാവിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ് അല്ലെ. അതെ, കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ മേഘ അവിടെ പോയിരുന്നു. അപ്പൊ മേഘ പറയുന്നുണ്ടായിരുന്നു കിണറിന് നല്ല ഉയരമുണ്ട്, കൈവരിയുമുണ്ട്, അപ്പൊ അബദ്ധത്തിലൊന്നും അവിടെ പോയി വീഴാൻ ഇടയില്ല എന്നൊക്കെ. സാധാരണ ഈ
നമുക്ക് ആ സമയത്ത് വന്ന ആ ഒരു ഇതില് ചിലപ്പം കാല് തന്നെ എങ്ങാനും കിണറിലേക്ക് വീണതാണോ എന്നൊക്കെ സംശയം ഉയർന്നത്. പക്ഷെ അങ്ങനെ അത്തരത്തിൽ വീഴാനുള്ള സാഹചര്യമൊന്നുമില്ല. നല്ല ഉയരമുള്ള കൈവരിയാണ് കിണറിനുണ്ടായിരുന്നത്. അപ്പൊ അബദ്ധത്തിലൊന്നും വീണു പോകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മേഘയും പറഞ്ഞത്. അപ്പൊ അർജുന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉള്ളതായിട്ട് ഈ വീട്ടുകാർക്കും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അപ്പൊ അത്തരത്തിൽ എന്തിനൊരു കടുംകൈ ചെയ്തു എന്നുള്ള അന്വേഷണമൊക്കെ ഇങ്ങനെ പുരോഗമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. മകൻ ഇങ്ങനെ ചോദ്യം ചെയ്തു, അതിലൊരു ചെറിയ തർക്കമൊക്കെ ഉണ്ടായി. പിന്നീട് ഈ കുടുംബം ഈ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ മകനെ കാണാനില്ല എന്ന് അറിയുന്നത്. പിന്നെ ആ സമയം തൊട്ട് കുടുംബം ഈ പറഞ്ഞ കണക്ക് തെരച്ചിലൊക്കെ നടത്തി. പിന്നീട് പോലീസിൽ പരാതിയൊക്കെ കൊടുത്തു. ഇതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ ഇതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം സംസ്കരിച്ചിരിക്കുകയാണ് മൃതദേഹം. പക്ഷെ ഇപ്പോഴും ആത്മഹത്യ എന്ന് പറയുമ്പോഴും എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായ അർജുൻ ഇത്തരം ഒരു കാര്യത്തിന് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. അർജുന്റെ മരണം ആത്മഹത്യ അല്ലെന്ന് തന്നെയായിരുന്നു കുടുംബം ആദ്യം പ്രതികരിച്ചിരുന്നത്. കുടുംബം ദുരൂഹത ഉണ്ട് എന്ന് ഒരു സംശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? കാരണം കുടുംബം ദുരൂഹത ഉണ്ട് എന്ന് അവർ പറയുന്നില്ല. ആത്മഹത്യ അല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുടുംബം ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം ആദ്യം പ്രതികരിച്ചിരുന്നു. എന്നാൽ മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും അറിയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിന് രണ്ടിനും നടുവിലായിരുന്നു ആ കുടുംബം നിന്നിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് പോലീസ് പറയുന്നത് ഇതൊരു ആത്മഹത്യയാണ്, ഇത്തരം ഒരു സംഭവം ഉണ്ടായി എന്ന് പോലീസ് പ്രാഥമികമായിട്ട് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല ഈ കൊലപാതകം ചെയ്യാൻ അല്ല അങ്ങനത്തെ രീതിക്ക് സംശയിക്കാൻ അവരോട് ശത്രുക്കളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശത്രു മനോഭാവം വെച്ച് പുലർത്തുന്നവരോ ആരും തന്നെ ആരുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ പറയുന്നുണ്ട്, അവിടെ ചെന്നപ്പോ അവിടെ നാട്ടുകാരിൽ ചിലരും ആ കുട്ടികളിൽ ചിലരും ഒക്കെ പ്രതികരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇടവഴിയില് ഈ പറയുന്ന അർജുന്റെ ചെരുപ്പുകളിൽ ഒരു ചെരുപ്പ്, പൊട്ടിയ നിലയിൽ ഒരു ചെരുപ്പ് കണ്ടെത്തി. അപ്പൊ ആ കുട്ടികൾ തന്നെ അതുകൊണ്ട് ആ വീടിന് മുറ്റത്തേക്ക് ഇട്ടു. വീണ്ടും ഈ തിരച്ചിൽ നടക്കുന്നതിനിടയ്ക്കാണ് മറ്റൊരു ചെരുപ്പ് അവിടെ വീണ്ടും കണ്ടെത്തുന്നത്. അപ്പൊ അതൊരു സംശയകരമായിട്ട് അവര് ഉന്നയിച്ചു. ഈ കിണർ ശരിക്കും ഇവര് വീടിനടുത്തായിട്ടാണോ? വീടിന് പുറകിലായിട്ടാണ് വരുന്നത്. കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലും വീടിന് പുറകിലായിട്ടാണ് വരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ഇവര് തെരച്ചിൽ നടത്തിയിരുന്നു. ആ കിണറിന് സമീപത്തൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഈ ബോഡി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് കഴിഞ്ഞ ദിവസം വീടിന്റെ സമീപത്ത് നിന്ന് ഈ ദുർഗന്ധം വമിക്കുന്നതായിട്ട് അച്ഛന് ഫീൽ ചെയ്തിട്ട് അച്ഛൻ ആ പരിസരത്ത് പോയി വീണ്ടും ഒന്ന് പരിശോധിച്ചപ്പോഴേക്കും ഈ പറഞ്ഞ കണക്ക് ബോഡി അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. നാട്ടുകാരും കൂടെ ചേർന്നിട്ടാണ് നോക്കുമ്പോഴേക്കും മകന്റെ മൃതദേഹം അതിനുള്ളിൽ കിടക്കുന്നതായിട്ട് ആ പിതാവ് കണ്ടത്. അപ്പൊ എന്തായാലും ഈ എന്താണ് സംഭവിച്ചത് ഈ ഇടയ്ക്കല്ലേ, ഇത്രയും ഒരു ഇടയ്ക്ക് വീട്ടിൽ വഴക്കുണ്ടാവുന്നു, കളിക്കാൻ പോകുന്നു, അതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന വലിയൊരു ചോദ്യം ഇവിടെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ തന്നെ അപ്പൊ പിന്നെ ആ ഒരു പെട്ടെന്ന് വഴക്കേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ ആത്മഹത്യ ചെയ്യുന്നതും പിന്നെ കളിക്കാൻ പോയിട്ട് പിന്നെ ആ ഒരു തമ്മിൽ നല്ല അന്തരമുണ്ടല്ലോ, വ്യത്യാസമുണ്ട്. കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്നെ എന്തെങ്കിലും തരത്തിൽ വീട്ടുകാരെ സങ്കടത്തിലാക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അർജുന്റെ സംഭവത്തിൽ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തോ ഒരു ദുരൂഹത ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മനസ്സിലാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണമാണ് എന്ന് വന്നാലും മറ്റ് CCTV ദൃശ്യങ്ങളൊക്കെ ഇവര് ശേഖരിച്ചെങ്കിലും ആ സമയത്തൊന്നും ഈ പറഞ്ഞ കണക്ക് ദുരൂഹമായിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല. ഈ അർജുൻ ആ സമയത്ത് എവിടേക്കാണ് പോയെന്നുള്ളത് CCTV-കളിലൊന്നും പതിഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ, അത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ട്യൂഷനൊക്കെ പോയി എന്നാണ് ഇവര് വിചാരിച്ചിരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ആത്മഹത്യ എന്നൊരു എന്തുകൊണ്ട് ഈ പയ്യൻ എത്തി എന്നത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോ ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ വീട്ടിൽ വഴക്കുണ്ടായ ഉടനെയാണ് പോയി ആത്മഹത്യ ചെയ്തെങ്കിൽ നമുക്ക് വീണ്ടും അതുകൊണ്ടാണ് ആ കാരണം കൊണ്ടാണ് എന്ന് പറയാം. പക്ഷെ ഇത് ഈ വഴക്കുണ്ടായിട്ടും കളിക്കാൻ പോകുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, കൂട്ടുകാരോടൊപ്പം കളിക്കുന്നുണ്ട്. അപ്പൊ അതിന് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പൊ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ആത്മഹത്യ ചെയ്യുക, അങ്ങനെ. പക്ഷെ ഇത് കളിക്കാൻ പോകുന്നത് ആ ഒരു മൈൻഡ് വേറെ ആയതുകൊണ്ടല്ലേ, ഹാപ്പി മൈൻഡ് ആയതുകൊണ്ടല്ലേ കളിക്കാൻ പോകുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നത് ഒരു വലിയ ചോദ്യം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ആ കുടുംബത്തിനെ സംബന്ധിച്ച് അവരിപ്പോ വലിയൊരു വിഷമത്തിൽ കൂടി കടന്നുകൊണ്ടുള്ള സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഒരു മകൻ, അതായത് 16 വയസ്സുള്ള ഒരു മകൻ നഷ്ടമാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന അത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. അതിനിടയിൽ എന്താണ് സംഭവിച്ചത്, ശരിക്കും എന്താണ് ഉണ്ടായത്, ആത്മഹത്യ ചെയ്തതാണോ, മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും
ആ ഒരു ദുരൂഹത മാറ്റേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും എന്താണ് ഈ 16-കാരന് സംഭവിച്ചത്, അതൊരു വലിയ ചോദ്യമായിട്ട് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ആത്മഹത്യ എന്ന് പ്രാഥമിക നിഗമനം പറയുമ്പോൾ ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല, ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വീണ്ടും നമുക്ക് ആവർത്തിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് പിള്ളേരെ മനസ്സൊന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്കാണ് ഈ പിള്ളേരുടെ മനസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്നത്തെ തലമുറകളുടെ ഒരു ചിന്താഗതിയും രീതികളും ഒക്കെ വ്യത്യസ്തമാണ്. വലിയ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് മരണം, കൊല, ആക്രമം, ആ ഒരു രീതിയിലേക്ക് പിള്ളേരുടെ മൈൻഡുകൾ എത്തിയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടെ പുറത്തു വരുന്നുണ്ട്. കൊല്ലത്ത് പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തി പോർച്ചിൽ തീയിട്ടിരിക്കുകയാണ് ആൺസുഹൃത്ത്. 38 വയസ്സുകാരനാണ്. അപ്പൊ ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്താണ്? ശരിക്കും ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തില് പെൺസുഹൃത്തിന്റെ വീട്ടിൽ അർദ്ധരാത്രിയാണ് എത്തുന്നത്. ടാക്സി വിളിച്ചാണ് സുഹൃത്തിന്റെ വീട്ടിൽ എത്തുന്നത്. അപ്പൊ ഇവര് നേരത്തെ സൗഹൃദത്തിലായിരുന്നു എന്ന് പറയുന്നു. ഈ സ്ത്രീ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോ തനിക്ക് പരിചയമില്ലാത്ത ഒരു ബൈക്ക് ഈ സ്ത്രീയുടെ വീട്ടിന്റെ മുന്നിൽ കാണുന്നു. അപ്പോൾ എന്നിട്ട് വാതിൽ മുട്ടിയപ്പോൾ വാതിൽ തുറക്കുന്നുമില്ല. അപ്പൊ രണ്ടും കൂടിയായപ്പോ വളരെ കോപം വന്നു. ഈ സുഹൃത്തിന് വളരെ കോപം വന്നു. പുള്ളി ആക്രമണം തുടങ്ങി, ബൈക്ക് കത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ബൈക്ക് കത്തിക്കുന്നതൊക്കെ കണ്ടപ്പോഴേക്കും ടാക്സി ഡ്രൈവർ സ്ഥലം വിട്ടു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഓടിപ്പോയി. അപ്പോ വീട്ടിനുള്ളിൽ യുവതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരിസരത്ത് നിന്ന് തന്നെ യുവാവിനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ആക്രമിക്കാൻ ശ്രമിച്ചതായിട്ടില്ല, ബൈക്കിന് തീയിട്ടു അത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്.